എനിക്ക് പറക്കാൻ ചിറകുകൾ വേണ്ട, ഉള്ളിലൊരു ആകാശം മതി, ഉള്ളിലൊരു ആകാശം മതി. നിങ്ങൾ ഇരു തേടാൻ പറഞ്ഞതല്ല. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അവരെ തടയണം. ഹായ് ഗായ്സ്, എല്ലാവർക്കും മൈ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരിടമാണെങ്കിലും പലരും ഇങ്ങോട്ട് വരാൻ ഭയപ്പെടുന്ന ഒരിടം കൂടിയാണ്. പ്രതാപകാലങ്ങളിൽ മന്ത്രധ്വനികൾ മുഴങ്ങിയിരുന്ന കാട്ടൂർ മന. സോ ഗൈസ്, ഈ കാട്ടൂർ മനയിലേക്കൊന്നും അധികം ആരും വരാത്തതുകൊണ്ട് തന്നെ ഇവിടേക്ക് പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല. പിന്നെ ഈ കാട് പിടിച്ച വഴിയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമായിരിക്കും. പോയോക്കാം. എൻ്റെ എത്ര ഉറപ്പ്? നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെ മരിച്ചുപോയ ബ്രഹ്മത്തിൻ തിരുമേനിയുടെ വേളിയിലായിരുന്നു ഞാൻ. ഓ, എനിക്കതറിയില്ലേ. എങ്ങോട്ടാണ് ഈ വരുന്നത്? തിരിച്ചു പോ, ഇല്ലെങ്കിൽ വന്ന വഴി മറക്കും. ഓ, ഒന്ന് വഴി വയ്ക്കാൻ പോലും ആരുമില്ലല്ലോടി. ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാലോ? പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് പേടിയുണ്ടാ? ഞാനില്ല ഇപ്പം. ഉവ്വ, അതാണ് എൻ്റെ പേടി. എടി, ഇവിടെ കുറച്ച് പനകളൊക്കെ ഉണ്ടല്ലോ. അതിന് എലി യക്ഷികളൊക്കെ ഇതിൻ്റെ മുകളിലാണല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ പണ്ട്, ഇപ്പൊക്കെ താഴെയല്ലേ. അമ്മേ, എന്ത് വഴിയാ ഇത്? എന്താ അവിടെ? നീ ഇങ്ങ് വന്നേ. വാർന്ന്. ഒരു കാലത്ത് എത്ര അന്തർജനങ്ങളും കുളിച്ച കൊളാ. നിനക്ക് അന്തർജനത്തിന്റെ കൂളി, എനിക്കിവിടെ പേടിയായിട്ട് വയ്യ. സോ ഗായ്സ്, ഈ കാട്ടുവഴിയിലൂടെയുള്ള യാത്ര ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ മനയിൽ മരണപ്പെട്ട ഒരു ആത്മാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാഞ്ഞിട്ടാവും. ഓടണ്ട, തിരിച്ചു പോ. ഒരു മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും തളയ്ക്കാനാവാത്ത ശക്തിയുള്ള ഒരാളുണ്ട്. അതിന് മുന്നിൽപ്പെട്ടാൽ എന്തിനാ ഭയപ്പെടുന്നത്? അതൊരു ഭ്രാന്തനാ, ആരെയും ഉപദ്രവിക്കില്ല അവൻ. കാട്ടൂർ മനയിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അവൻ വഴിമുടക്കുന്നവനും ഞാൻ വഴികാട്ടുന്നവനും. എന്നാ പോകും. ഇവിടെ നിർത്തോ? ഓക്കെ അല്ലേ? സോ ഗായ്സ്, മനയിലേക്കുള്ള ഈ വഴി തടഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ കണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു. ഇപ്പോൾ വഴി കാട്ടാൻ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
ഓക്കെ. വിനാശകാലേ വിപരീത ബുദ്ധി. കാട്ടൂർ മനയുടെ പ്രതാപകാലത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ബ്രഹ്മദത്തൻ തിരുമേനിയായി. പിന്നെങ്ങനെ അദ്ദേഹം മരിച്ചേ? വെറും മരണമല്ല, കൊലപാതകം. വിഷമർത്തി എന്നായിരുന്നു മരണം. എല്ലാ ഐശ്വര്യങ്ങളുള്ള അദ്ദേഹം എന്തിനു വിഷം കഴിക്കണം? കഴിച്ചതല്ല, കഴിപ്പിച്ചതാണ്. ബ്രഹ്മദത്തന്റെ സഹോദരങ്ങൾ മഹാദേവനും സഹദേവനും. കാട്ടൂർ മനയിലെ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മരണം കൊലപാതകമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വിഷം നൽകിയാണത്ര കൊലപ്പെടുത്തിയത്. എന്നിട്ടോ ഒരു അമാവാസിയുടെ അന്ത്യയാമത്തിൽ ആ തന്ത്രജ്ഞാനി ആത്മാവായി പുനർജനിച്ചു. ആ വിശ്വരൂപം കണ്ട മനയിലുള്ളവരെല്ലാം ഭയന്നോടി. അദ്ദേഹത്തിന്റെ ആത്മാവ് വെറുതെ ഇരുന്നില്ല. അദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങളെയും അതുപോലെ വിഷം നൽകി കൊന്നു. ആത്മാവ്, പ്രേതം, ഭൂതം, പിശാച് ഇതൊക്കെ കാലത്തുണ്ടോ? ഇവർക്കൊന്നും കാലഭേദങ്ങളില്ല. ഭൂമിയിലെ മോഹങ്ങൾ പൂർത്തിയാകാത്ത അപമൃത്യുവായ പ്രേതാത്മാക്കൾ പൂർവാധികം ശക്തിയോടെ പുനർജനിച്ചു. ഇനി ദൂരമുണ്ടോ? അധികം ദൂരമില്ല, എല്ലാം അടുത്താണ്. തിരിച്ചുപോ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു കെണിയിലാണ്. കുട്ടികളെ ഭയപ്പെടുത്താതെ പോകുന്നുണ്ടോ നീ? ഗൈസ്, നിങ്ങൾ ഇപ്പൊ കണ്ടതാണ് ഞങ്ങൾ നേരത്തെ വഴിമുടക്കി എന്ന് പറഞ്ഞ ഭ്രാന്തൻ. അവൻ വെറും ഭ്രാന്തനല്ല, മാന്ത്രികനാണ്. ആ മാന്ത്രികൻ, ബ്രഹ്മദത്തൻ തിരുമേനിയെ ആവാഹിച്ചൊഴിപ്പിക്കാൻ വന്ന മാന്ത്രികൻ. എന്നിട്ടെന്താ, ഉഗ്രരൂപമെടുത്ത കോപിഷ്ഠനായ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ആത്മാവിന് മുന്നിൽ അയാൾ നിഷ്പ്രഭമാണ്. മന്ത്രങ്ങൾ മറന്നു, മനോനില തെറ്റി. കാലം എത്ര കഴിഞ്ഞിട്ടും അയാൾ ഇവിടം വിട്ടു പോയില്ല. പോവില്ല, ഇവിടം വിട്ടു പോവില്ല. മനയിലേക്കുള്ള പടിയെത്തി, പൊയ്ക്കോളൂ. അല്ല, നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, മനയിലേക്കുള്ള വഴി കാണിക്കലാണ് എന്റെ ദൗത്യം. അത് കഴിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല. വാവ്, എന്നാ വൈബാ. ആടോ, കൊള്ളാം. സോ ഗൈസ്, നിങ്ങൾ ഇത് എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ കാട്ടൂർ മന. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ പ്രതാപകാലത്തുണ്ടായിരുന്ന അതേ ആംബിയൻസ് ആണ് ഇപ്പോഴും ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ കണ്ടോക്കൂ. ഭക്തിയുള്ള മാതൃശാം സുഖമന്യേ മേതുര ഭക്തിയുള്ള മാതൃശാം സുഖമന്യേ വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല നൂനം വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല നൂനം യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാനേന യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാനേന മോദം മേ വളരുന്നു കരുണ വരണമരുണ സഹജ കേ
കേതനാ മോദം മേ വളരുന്നു കരുണവരണമരുണ സഹജ കേതനാ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖദേവ നാഥ ആ. ഹലോ. ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുന്ന സമയമാണിത്, ശല്യപ്പെടുത്തണ്ട. ഹലോ. ഈ ആരെയും നോക്കണത്? ബ്രഹ്മത്തിന് തിരുമേനി എങ്ങാനും ഉണ്ടെങ്കിലോ ഒരു സെൽഫി എടുക്കാലോ. ഇത് നോക്കടി, അകത്തുനിന്ന് പോട്ടിരിക്കുന്നത്. ഇനി അകത്താരെങ്കിലും ഉണ്ടാവുമോ? ഹലോ ഹലോ. നീ വന്നേ, എന്നിട്ടാ കാര്യങ്ങൾ പറഞ്ഞാ നമുക്ക് പോണ്ടേ? ശരി. സോ ഗായ്സ്, നിങ്ങൾ എന്തായാലും കാട്ടുമണലിലേക്ക് വരണം. എന്നാ വൈബാ ഇവിടെ, ഫുൾ നൊസ്റ്റാൾജിയ. മൺമറഞ്ഞു പോയതെല്ലാം കഥകളാണ്. ഇവിടെ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചം എങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു. സോ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ നിന്റെ പിന്നിലൊരാള്? എൻ്റെ ഓർമ്മയിൽ ഒരാള്. ആ, നീ എന്താ സ്വപ്നം കാണുക? നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഓ പ്ലീസ്, പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തരതനി രൂപ ചട ചട പ്രജട പ്രജട കഹ ഹ വാമ അന്തപന്ത ആകെ ഓ പ്ലീസ്, പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തരതനി രൂപ ചട ചട പ്രജട പ്രജട കഹ ഹ വാമ ഒരു കാലവും അധികകാലമില്ല. നിന്നെ തളയ്ക്കാനുള്ളവർ അതാ എത്തിക്കഴിഞ്ഞു. തിരുമേനി, തിരുമേനി, അവിടെ ആരോ വിളിക്കുന്നു. അവിടെ ഒന്നും ആരുമില്ല, ഇങ്ങോട്ട് പോകുന്നോളൂ. പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടാവും, ഇതൊന്നും നോക്കണ്ട, പോന്നോളുക. തിരുമേനി കൂടെ ഉണ്ടാകുമ്പോ ഞാൻ എന്തിനാ പേടിക്കണേ? കുറച്ച് ഭസ്മം ഇങ്ങോട്ട് എടുത്തോളുക.
ഓടിച്ചെന്നിട്ടൊന്നും കാര്യമില്ല. അടുത്ത പകൽ നീ കാണില്ല.